ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോകാൻ എത്ര ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. വണ്ടി ഇതൊക്കെ ഉണ്ട് ഓൾ സെറ്റ്. നമ്മൾ ഈ വണ്ടിയിലാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പൾസിൽ പോകാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് പണികളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കണം. അത് കാരണം നമ്മൾ ഇതിലാണ് പയ്യൻ്റെ ചെറുക്കൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫുൾ സെറ്റ് ഓൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ റൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനകത്ത് തന്നെയാണ്. എവിടെയാണ് ഡെസ്റ്റിനേഷൻ എന്നിട്ട് ഒരു പ്ലാനും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മിനിമം വേറെ ഒന്നും ചെയ്യില്ല, എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മിനിമം പറ്റണം അത്രയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എന്തായാലും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മിനിമം എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഷെയറെങ്കിലും ചെയ്താൽ മതി, ബാക്കിയുള്ളവർ അവരുടെ ഇത് വെച്ചിട്ട് ഷെയർ ചെയ്തോളും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്നാണ് തിരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാറശാല ആ സ്പോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നേരെ പോയി പമ്പിൽ കയറുക, പെട്രോൾ അടിക്കുക, ഇവിടെ നിന്ന് പോവുക. പിന്നെ വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, ഒരു 5,000 രൂപയാണ് കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. റൈഡ് എവിടെ പോകും, പകുതി വഴി തിരിച്ച് വരുമെന്നുള്ള കാര്യം പോലും അറിഞ്ഞുകൂടാ. അത് വല്ലവനും പിന്നെ ഇത് അതുവഴി കൊണ്ടുപോകുന്നത് പോലും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ ട്രാവൽ ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. മഴ ടൈമായിട്ട് കോട്ടൊക്കെ ഇട്ടപ്പോൾ വേർത്ത് ചാവണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് തെറിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തെറിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. അപ്പോൾ നമ്മൾ എവിടെയാണ് എന്നുള്ള ഡെസ്റ്റിനേഷൻ വീഡിയോയിൽ അങ്ങോട്ട് കാണാം. നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു പ്ലാനും ഇല്ല. തൃശ്ശൂർ നമ്മൾ പോവും. നമ്മുടെ ചെറുക്കൻ അവിടെ വെച്ചിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോവും. അപ്പോൾ അത് ഉറപ്പാണ്. ബാക്കി ഇനി എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. പിന്നെ അതൊക്കെ ഒന്നും ഒരു പിടിയില്ലാതെയാണ് പോകണമെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ പോകണമെങ്കിൽ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൊക്കെ ഒന്ന് ഇടിച്ച് പിടിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി എടുക്കണം. ഏതൊക്കെ കേൾക്കട്ടെ, വണ്ടിയിലെ ഡൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി എവിടെ ബാക്കിയിരിക്കും അറിഞ്ഞൂടെ അവസ്ഥയിലാണ്. ഓക്കെ നോക്കട്ടെ. ഓക്കെ ചേട്ടാ, ഓക്കെ എല്ലാവരും പ്രയർ ചെയ്ത് നമ്മളെ ട്രിപ്പ് എങ്ങനെ അടിപൊളിയായിട്ട് സക്സസ് ആവണം എന്നുള്ള കാര്യം. അപ്പം തീരെ എമൗണ്ട് ഇല്ലാതെയാണ് 5,000 രൂപ കയ്യിലുള്ളൂ. സത്യം പറഞ്ഞാൽ 5,000 രൂപയുള്ളൂ. ആ പൈസ വെച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ എന്തൊക്കെയാണ് വണ്ടി പണി കിട്ടും എന്താണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് തെറിക്കാം. അപ്പോൾ നേരെ പെട്രോൾ പമ്പിൽ പോകാം, പെട്രോൾ അടിക്കാം, നമുക്ക് എന്തായാലും തെറിക്കാം. ഓക്കെ, പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിയാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാട് പമ്പായ ഇവിടെ കയറ്റി ഫുൾ ടാങ്ക് അടിക്കുന്നു, പോകുന്നു. ഓക്കെ, ഫുൾ ടാങ്ക്. ഓക്കെ, ഇതെന്തൊക്കെ ബാധിച്ചിരിക്കുന്നു. എത്ര നമ്മൾ കൂട്ടാൻ മേടിച്ചിരുന്നു. കാണിക്കില്ല. എന്തായാലും കൂടുതൽ അലമ്പാക്കണ്ട, നേരത്തെ പറഞ്ഞു പോകും. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി കാണാം കേട്ടാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ
ബൈപ്പാസിലോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഓ ബൈപ്പാസ് കിടക്കുന്നുണ്ട. മഴയില്ലാതിരുന്നാൽ മാത്രം മതി. കാരണം മഴയാണെങ്കിൽ ക്യാമറയും മൊത്തം നനയും കേട്ടോ, മൊത്തം കുറഞ്ഞും ബാഗും കാര്യങ്ങളൊന്നും നനയില്ല, അതെല്ലാം സേഫാണ്. ബാക്കിയുള്ളതെല്ലാം നനഞ്ഞ് കുളമാവും. എന്തായാലും പോവാം. അപ്പം ബൈപ്പാസ് കിടക്കുന്നുണ്ട ആലപ്പുഴ. പിന്നെ അവിടെ നേരെ അടുത്ത് ഇറങ്ങിയിട്ട് പോകണ്ട. അങ്ങനെ നമ്മൾ ഇവിടെ ഇന്ത്യക്കിലെത്തി കേട്ടോ. ഫസ്റ്റ് സിഗ്നലിലാണ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സിഗ്നലൊന്നും അങ്ങോട്ടുള്ള സിഗ്നലൊന്നും കിട്ടിയില്ല കേട്ടോ. രക്ഷപ്പെട്ട് ഫസ്റ്റ് സിഗ്നൽ. ഓക്കെ, നമ്മുടെ ഉണ്ട് ഒന്ന് വീട്ടിൽ നിൽപ്പുണ്ട്. പിന്നെ അടുത്ത ഫോട്ടോത്തിട്ട് കാണാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതൊന്നും കുറച്ച് അറിയില്ല കേട്ടോ. എന്തായാലും മഴ അല്പം തോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടെ കരുനാഗപ്പള്ളിയിലാണ് നിൽക്കുന്നത് കേട്ടോ. കരുനാഗപ്പള്ളി എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഇവിടെ എത്തിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ ഇറങ്ങി. ഇവിടെ നിന്നൊരു ഹോട്ടലിൽ ഇനി ഫുഡ് അടിച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡ് ചോറ് കൊണ്ടുവന്നു കേട്ടോ വീട്ടിൽ നിന്ന്. പതുക്കേട് അത് തന്നെ ചോറ് കൊണ്ടുവന്നു കേട്ടോ. ചോറ് കൊണ്ടുവന്ന് ഇനി ഇവിടെ നിന്ന് കറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കറി കൂടെ എത്തി ഇവിടെ നിന്ന് കഴിക്കണം. ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് തെറിക്കണം കേട്ടോ. വണ്ടി കണ്ട മൊത്തത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വണ്ടി കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 130 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കാണാം. ഓക്കെ, ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു. ആൾക്കാരുടെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. കയറിയിരുന്നോ? ഓക്കെ, ഇവിടെ കാപ്പുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്ന് ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത് കരുനാഗപ്പള്ളി കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മൊത്തത്തിൽ ഇന്ന് 132 കിലോമീറ്റർ ഓടിയിട്ടാണ് വന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് എന്തായാലും ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. ഇന്ന് മിക്കവാറും ഫുൾ റണ്ണിങ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ തൃശ്ശൂർ ഓടി വെക്കണം കേട്ടോ. അതാണ് പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ഓടി വെക്കണം. ഓടി എത്തിയതിന് ശേഷം പിന്നെ വിഷയം കേട്ടോ. ഇനി അങ്ങോട്ടുള്ള കാര്യം ബാക്കി നോക്കാം കേട്ടോ. നല്ല മഴയുണ്ട്, മൊത്തം കച്ചവടമായില്ല ഫുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ വന്നിട്ട് ഈ സ്പോട്ട് എവിടെയോ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും വണ്ടി നിർത്തി കേട്ടോ. കാരണം ഏകദേശം 190 കിലോമീറ്റർ എങ്ങാണ്ട് വണ്ടി ഓടി. അപ്പോൾ ഇപ്പോൾ എടുത്തതിന് ശേഷം ഏകദേശം ഒരു 60 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ സ്ഥലത്തിൽ വരുന്നത് പരവൂറാണ് അങ്ങോട്ടുമാണ്. എവിടെയാണെന്ന് കറക്റ്റ് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ആ ഒരു സ്പോട്ടിൽ സ്ഥലം എത്തി. അപ്പം വണ്ടിയുടെ കോലം കണ്ടാ, വണ്ടി മൊത്തം ചളോ ചേട്ടാ. TVSൻ്റെ റാഡി എന്നാണ് വണ്ടി. വന്ന വഴിയിൽ മുന്തിരിങ്ങ കിട്ടും കേട്ടോ. മുന്തിരിങ്ങ വാങ്ങിച്ചു കണ്ട, മുന്തിരിങ്ങ വാങ്ങിച്ചുണ്ടോ. എന്തായാലും മുന്തിരിങ്ങയൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് എറിയാം കേട്ടോ. ഹെൽമെറ്റ് ഓക്കെ. എന്തിനാടാ എന്തോന്ന്? വണ്ടി ഇന്നലെ രാത്രി വാട്ടർ വാഷ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. നമ്മൾ 3 പേരും കൂടെ 3 വണ്ടിയും കഴുകി. ഈ വണ്ടി കഴുകി, വേറെ 2 വണ്ടിയും കൂടെ ചേർത്ത് എക്സ്പോൾസ് ഉൾപ്പെടെ കഴുകി വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ? അയ്യോ, മൊത്തം മഴ കേട്ടോ. മഴയത്ത് റോഡ് പണി നടക്കുന്ന കാരണം കൊണ്ട് അത്രയും ചളമാവണത്. അപ്പോൾ എന്തായാലും ശരി, ഇനി അടുത്തിനി എങ്ങോട്ടാണ് മിക്കവാറും ഇന്ന് തൃശ്ശൂർ വരെ ഓടിയെത്താനായിരിക്കും പ്ലാന്. സ്പോട്ടിലൊന്നും പോണ കോളൊന്നും തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ബാക്കി ഓടിയെത്തുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ
കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് തീർച്ചയായിട്ടാ ഇനി അടുത്തിന് ഡെസ്റ്റിനേഷൻ നോക്കണം. എന്നിട്ട് ഇനി അടുത്തിന് എങ്ങോട്ടാണാവോ എന്നുള്ളൊരു പ്ലാൻ ചെയ്തു. വിചാരിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലം ഇറങ്ങാൻ നോക്കണം. നോക്കിയിട്ട് ബാക്കി ഇനി അങ്ങോട്ട് ഇന്നത്തേക്കുള്ള സ്റ്റേയുടെ കേസ് നോക്കണം. അപ്പോൾ ഒന്നുകിലാണെങ്കിൽ ടെൻ്റായിരിക്കും, ഇല്ലെന്നാണെങ്കിൽ നമ്മുടെ ഒരു ചെറുക്കൻ്റെ അടുത്ത് കേട്ടിട്ടുണ്ട് സ്റ്റേയുടെ കാര്യം. അത് കിട്ടുകയാണെങ്കിൽ അവിടെ ഓക്കെ. അങ്ങനെ നമ്മൾ അവിടെ ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴ ബീച്ചാണ്. അടിയിൽ കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകാമായിരുന്നു. നമ്മൾ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം നമ്മൾ പോകാൻ പറ്റില്ല. പോകാൻ പറ്റും പിന്നെ അങ്ങ് പോയിട്ട് റിട്ടേൺ യൂട്ടേൺ അടിച്ച് പറഞ്ഞാൽ നമ്മളതിന് വയ്ക്കില്ല കേട്ടോ. ചുമ്മാത്തിന് ടൈം വേസ്റ്റ് വേണം. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് പോകണം ഇനി ബാക്കി പരിപാടി ഓക്കെ. ഓണേ കേടുന്നത് അപ്പം ശരിയെന്നാ. അങ്ങനെ നമ്മളിവിടെ ഒരു ചർച്ചിൽ വന്നു കേട്ടോ. കൃപാസനം കലവൂർ ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചിൽ വന്നു കേട്ടോ. ഇതിവിടെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് പ്രെയർ ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ മെഴുകുതിരി കത്തിക്കണം. അപ്പോൾ മെഴുകുതിരി നമ്മൾ ബാഗിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മെഴുകുതിരിയാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എടുത്തില്ല. അത് പിന്നെ എങ്ങനെ എടുക്കും വഴി. നമ്മളിവിടെ പോയി പ്രയറൊക്കെ ചെയ്ത് കേട്ടാ. അങ്ങോട്ടും വേണ്ടിയിട്ട് പ്രയർ ചെയ്തിട്ടുണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, അതുപോലെ എനിക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രയർ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂരിന് എവിടെ എത്തിയെന്ന് കറക്റ്റ് അറിഞ്ഞൂടാ സ്ഥലം. ഇനി തൃശ്ശൂരിന് ഇവിടെ നിന്ന് വന്നിട്ട് ഒരു 60-65 കിലോമീറ്റർ എങ്ങാണ്ട് 70 അടുപ്പിച്ച കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ട് വണ്ടിക്ക് ജസ്റ്റ് ഒരു റെസ്റ്റും കൊടുത്തിട്ട് ചായയും കുടിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ എന്തായാലും ചായക്ക് പറഞ്ഞിരിക്കും, ചായ വരട്ടെ. അപ്പോൾ ഇത് കണ്ടാ, ഇത് വന്നിട്ട് ആഘോഷമൊക്കെ കിട്ടില്ലായിരിക്കും കേട്ടോ. ഇത് വന്നിട്ട് നമ്മളെ കന്യാകുമാരി ടു കാസർഗോഡ് പോകണല്ല ബൈപ്പാസാണ് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് ഒരു പണിയായില്ല. അപ്പോൾ ഈ സൈഡിൽ കൂടെ കാണുന്ന ഈ റോഡിൽ കൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയും കാര്യങ്ങളും ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. എന്തായാലും TVS അടിപൊളിയാണ് കേട്ടോ വണ്ടി, ഹെവി. ഇത്രയും നേരം ഞാൻ റൈഡ് ചെയ്തിട്ടും ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല കേട്ടോ സാധനം. ഇത്രയും നേരം റൈഡ് ചെയ്തിട്ട് ഒരു പെയിന് പോലും അനുഭവിച്ചിട്ടില്ല. അത്രയ്ക്ക് ഹെവിയാണ്. അതുപോലെ മൈലേജ് ഇപ്പോൾ ഇതാ നമ്മൾ വന്നപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചാണ് കേട്ടോ. ഫുൾ ടാങ്ക് വന്നിട്ട് 5 കെട്ട. 5 കെട്ടയിലിപ്പോൾ 5 കെട്ടയില്ലേ ഫുൾ ടാങ്ക് വന്നിട്ട് 5 കെട്ട കേട്ടോ. ആ ഫുൾ ടാങ്ക് വന്നിട്ട് 5 കെട്ടയാണ്. അപ്പോൾ അത് വന്നിട്ട് ഇത്രയും നേരം ഏകദേശം 260-70 കിലോമീറ്ററായി. 270 കിലോമീറ്റർ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അത്രയും കിലോമീറ്റർ ഓടിയിട്ടും ഒരു കെട്ട 2 കെട്ട കുറഞ്ഞതേ ഉള്ളൂ. ഈ ചായം കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. വണ്ടിയുടെ കോലം കണ്ട മൊത്തം കച്ചടയായി, മൊത്തം കച്ചടയായി കേട്ടാ. ഇതതുപോലെ കാല് നോക്കി മേശരി പണിക്ക് പോയതുപോലെയായി. മൊത്തം റോഡ് പണി കിടക്കണുണ്ടേ, ഫുൾ അലമ്പായി കേട്ടാ. എന്തായാലും അപ്പോൾ ഇനി ചായം കുടിച്ചിട്ട് കാണാം ഓക്കെ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ തിരക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ലൊക്കേഷനും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് മുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. വണ്ടി ഇങ്ങനെ നിറഞ്ഞ് നിലനിരാന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യം അങ്ങോട്ട് പോകെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇത് സ്റ്റേ വന്നിട്ട് ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വന്നിട്ട് ടെൻ്റ് അടിക്കാൻ നിന്നില്ല. കാരണം മഴ, നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. നല്ല മഴ കാരണം പിന്നെ ടെൻ്റ് അടിക്കാൻ കാരണം ഇനി ഫുള്ളായിട്ട് നനയായിട്ട് ചെയ്യണമെങ്കിൽ ഫോണ് അതുപോലെ തന്നെ നിറയെ സാധനങ്ങളൊക്കെ കയ്യിലിരിപ്പുണ്ട് ഇലക്ട്രിക് പരമായിട്ടുള്ള. അപ്പോൾ അതൊക്കെ പോവുകയാണെങ്കിൽ ഉറക്കം തിരിച്ച് തെണ്ടിപ്പോവും. അത് കാരണം എന്ത് ചെയ്യാന്ന് വിചാരിച്ച് റൂം എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ടാണെങ്കിൽ റൂം എടുക്കാൻ വന്നതാണ് വലിയ കോമഡി കേട്ടോ. ഒരു ഹിന്ദിക്കാരനാണ് പയ്യ അവിടെ നിന്ന്
നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഹിന്ദി അറിഞ്ഞൂടാ, അവൻ ഹിന്ദി അറിയാം, അവന് മലയാളം അറിഞ്ഞൂടാ, വലുതായിട്ട് അറിഞ്ഞൂടാ, ഒരു മിനിമം മലയാളം അറിയാം അവന്. അപ്പം ആശാൻ പോയിട്ട് നമ്മളെ റൂം എത്രയെന്ന് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ കളിക്കുകയാണ്, കുറേ നേരം നിന്ന് റൗണ്ട് ചെയ്ത് കളിച്ചിട്ട് ആശാൻ എടുക്കാൻ പറഞ്ഞ് റൂം വന്നിട്ട് 800 രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഈ റൂം കാണിച്ചെന്ന്, റൂം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്താൽ മതി എന്നുള്ള ഇതിൽ അവൻ്റെ ഭാഷയെ പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല. പിന്നെ അവൻ വന്ന് വിളിച്ചോണ്ട് കാണിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്നിട്ട് എന്തിനാണെന്നറിയാമോ, റൂം കണ്ടുപിടിച്ചേട്ടാ. റൂം കണ്ടുപിടിച്ചിട്ട് അവൻ പറഞ്ഞ് 800 രൂപയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് 800 രൂപ പറ്റൂല, എന്ന് പറഞ്ഞാൽ 800 രൂപ പറ്റൂല. ഞാൻ പറഞ്ഞ് 600 രൂപയ്ക്ക് തരുമെന്ന് കേട്ടോ. 600 രൂപയ്ക്ക് നിങ്ങൾക്ക് റൂമില്ല, നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞു. അത് വമ്പൻ കോമഡി കേട്ടാ. 600 രൂപയ്ക്ക് റൂമില്ല, നിങ്ങൾ ബാഗ് എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. അവൻ അത് മലയാളത്തറിയാം. ഇല്ല തരൂല, പോകാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞ് ശരി എങ്കിൽ 700 രൂപയ്ക്ക് തരുമെന്നായിട്ട്. അവൻ പറഞ്ഞു ശരി 700 രൂപയ്ക്ക് തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ ഡണ്ണായി. പിന്നെ ഇത് റൂമിൽ വന്നു കേട്ടാ. റൂം അത്യാവശ്യം കൊള്ളാം, അടിയുള്ള റൂം വേണ്ട, 2 ബെഡുണ്ട്. പിന്നെ നമുക്ക് ബെഡ് ഒന്നായാലും ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് മെയിനായിട്ടുള്ളത് ഈ സാധനമാണ് കേട്ടാ. ഇത് ഈ ബ്ലക്ക് ബോർഡാണ് ആവശ്യം. കാരണം നമുക്ക് ഫോണും കാര്യങ്ങളും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ അതെന്തായാലും ഉണ്ട്. പിന്നെ ഒരു കിടിലൻ ബാത്റൂമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തള്ള ബാത്റൂം. അടിപൊളി ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ബാത്റൂമും കാര്യങ്ങളും ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തി തന്നെയാണ്, സീനില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എങ്ങനെയാണെന്നുള്ള പ്ലാനൊന്നും ഒരു പിടിയുമില്ല. എങ്ങോട്ട് ഇനി പോകണം എന്നുള്ള ഒരു കാര്യമില്ല. ആശ വന്ന നേരത്തൊട്ടേ മൊത്തം പറക്കില്ല ഒതുക്കാണ് കേട്ടാ. അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ മിനിമം വന്നിട്ട് ഇനി നാളെ ഇനി എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലാനും ഇല്ല കേട്ടോ. നാളെ എങ്ങോട്ടാണ് പോകണമെന്നുള്ള ഒരു പ്ലാനില്ല. ആതിരപ്പള്ളി പോകാൻ വേണ്ടിയിട്ടൊരു ചെറിയ പ്ലാനുണ്ട്, ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഡെസ്റ്റിനേഷൻ പൈസ തീർന്നവരിങ്ങനെ ഇറങ്ങിക്കൊണ്ട് നടക്കും കേട്ടോ ബൈക്കിൽ. അതേ നടക്കും നമ്മൾ തോന്നുന്നു. ഇനി ബാക്കി കാര്യം എന്തായാലും അടുത്ത വീഡിയോയിലിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രശ്നവും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ പുതുതായിട്ട് ആരെയും ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.